ഞാൻ രാജലക്ഷ്മി പിള്ളെ, കൊച്ചിയിൽ നിന്ന്. നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ഇതിന്റെ തന്നെ BHPന്റെ തന്നെ 2 ചാപ്റ്റർ, യൂണിറ്റ് 11 ലീഡർഷിപ്പും അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ പറ്റിയായിരിക്കും ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ, അതായത് ഇലക്ട്രൽ സിസ്റ്റമാണ് ഇന്നലെ പരാമർശിച്ച് നിർത്തിയത്. അപ്പോൾ ഈ ഇലക്ട്രൽ സിസ്റ്റത്തിൽ കൂടെ വരുമ്പോൾ, അതും പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ലെസണിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. കാരണം ഇവിടെ ഒരു ലീഡർ മൾട്ടിപ്പിൾ റോൾസ് ആണ് പ്ലേ ചെയ്യുന്നത്. കാരണം ആ ലീഡറിന് ആൾക്കാരുടെ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കണം, പോളിസികളൊക്കെ ഫോർമുലേറ്റ് ചെയ്യണം, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ നടത്തണം. അതേമാതിരി ഓരോ സ്ട്രാറ്റജി എങ്ങനെയാണ് ഈ കളക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടത്, അതെങ്ങനെയാണ് മൊബിലൈസ് ചെയ്യേണ്ടത്. അതേമാതിരി എലക്ട് ചെയ്തിട്ട് വരുമ്പോൾ റെപ്രസെന്റേറ്റീവ്സ് പല വിധത്തിലുള്ള പല ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ആക്ട് കൊണ്ട് ഒരു ലീഡർ ചില സമയത്ത് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളായിട്ട് വരുന്നുണ്ട്. ചില ലീഡേഴ്സ് പല വിധത്തിലുള്ള പ്രവൃത്തിയിൽ കൂടിയായിരിക്കും അവരുടെ പോപ്പുലാരിറ്റി വരിക. അപ്പൊ അങ്ങനെ ചിലര് ലീഡേഴ്സ് ഒരു പാർട്ടിയിലും ജോയിൻ ചെയ്യില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ജോയിൻ ചെയ്യില്ല. പക്ഷെ അവർ അവരുടേതായ തരത്തിൽ ഒരു സെൻസിൽ, സ്വന്തമായ സെൻസിൽ, ഒരു പാർട്ടി ഒന്നും ഇല്ലാണ്ട് തന്നെ അവര് വേണ്ട കോൺട്രിബ്യൂഷൻ, സൊസൈറ്റിക്ക് വേണ്ട കോൺട്രിബ്യൂഷൻ കൊടുത്തു പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൂടുതലും ഇതിന്റെ ലീഡേഴ്സിന്റെ റെപ്രസെന്റേഷനും ഐഡന്റിറ്റിയും കൂടുതലായിട്ട് വരും. അതായത് അങ്ങനെ പറയുമ്പോൾ കാസ്റ്റ്, അതായത് ഓരോ ലീഡറിന്റെ ജാതി, ലാംഗ്വേജ്, ഭാഷ, റീജിയൻ, ഏത് റീജിയനിൽ നിന്നാണോ, പിന്നെ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ, പിന്നെ മതം ഏത് മതത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഇങ്ങനെ ഈ കാരണങ്ങളെല്ലാം റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലീഡറിന്റെ കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് വേണം പറയാൻ. അങ്ങനെ വരുമ്പോൾ ആ ലീഡർ ഒരു പാർട്ടീനെ റെപ്രസെന്റ് ചെയ്ത്, അതായത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ പേഴ്സണലി നല്ല ഒരു ലീഡർ ഒരു പാർട്ടീനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ഇലക്ഷനിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിയിലുള്ള ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൂടെ കിട്ടുന്നു. ആ പാർട്ടിയിലുള്ള മെമ്പേഴ്സിന്റെ സപ്പോർട്ട്, ആ പാർട്ടിക്ക് ജനങ്ങളിലുള്ള സ്വാധീനം, ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതിനൊക്കെ നോക്കി വരുമ്പോൾ ആ ലീഡർഷിപ്പ് ഏത് തരത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏത് തരത്തിൽ എത്തുമ്പോൾ നമ്മൾ സാധാരണ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, MLAs, MP ഇവരൊക്കെയാണ് നമ്മൾ ലീഡേഴ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവര് ജനനായകന്മാരാണ്. അവരെ ഓരോ പാർട്ടിയുടെയും നായകനും അല്ലെങ്കിൽ ലീഡറുമാണ്. അപ്പൊ അങ്ങനെയാണ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുകയും അവർ എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു എന്നുള്ളതും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഓരോ ലീഡറിനും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. ചിലര് എക്സിക്യൂട്ടീവ് ലെവലിലായിരിക്കും വർക്ക് ചെയ്യുക, ചിലര് മിനിസ്റ്റേഴ്സ് ലെവലിലായിരിക്കും വർക്ക് ചെയ്യുക, ചിലര് സാധാരണക്കാരുടെ ഇടയിലായിരിക്കും വർക്ക് ചെയ്യുക. എന്തൊക്കെയായാലും ഇവരുടെ ഇൻഫ്ലുവൻസ്, അതായത് ആൾക്കാരുടെ മനസ്സിൽ ഇവരിൽ പറ്റിയുള്ള ഒരു അഭിപ്രായം, അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ പാർട്ടിയുടെ വോട്ടിംഗ് ബഡ്ജറ്റ് തന്നെ മാറി വരിക. അല്ലെങ്കിൽ അവര് വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും പല ഭാഷയിലും പല ജാതിയിലുമുള്ളവരൊക്കെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീനെ എടുത്ത് പറഞ്ഞ് ഉപദേശിക്കുമ്പോഴത്തേക്കും അതിനൊരു ചാമുണ്ട്, അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആൾക്കാരെ പിടിച്ച് വലിച്ച് അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് മെജോറിറ്റി പാർട്ടികളിലും നടത്തിക്ക് വരിക. ഇനി ഇതിൽ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ 3 വിധത്തിലാണ് നമ്മൾ ലീഡർഷിപ്പിന്റെ റോളും റൈസും പറയുന്നത്. ആദ്യത്തെ പറയുന്നത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ, നെഹ്റുവിയൻ ഇറ എന്ന് പറയും. അതായത് 1950 മുതൽ
1960 മധ്യകാലം വരെ. അത് നെഹ്റുവിന് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഈസ് എ ഗുഡ് പബ്ലിക് സ്പീക്കർ ഓൾസോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങേരുടെ കാലഘട്ടത്തിൽ വേറെ ആരും പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോവുകയാണ് വർഷങ്ങളോളം. അത് കഴിഞ്ഞിട്ട് വരുന്ന പീരീഡ് എന്ന് വെച്ചാൽ ഒരു റീജിയണൽ ലെവൽ ലീഡർഷിപ്പാണ്. അതായത് റീജിയണൽ ഓരോരോ ഭാഗത്ത് വരുന്ന ലീഡേഴ്സ്. അത് 1960 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങൾ, 20 വർഷം പല റീജിയണൽ ലീഡേഴ്സിന്റെയും എമർജൻസും അവരുടെ പ്രാധാന്യവും അവരുടെ പ്രവർത്തികളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ നിയോ ലിബറൽ ഇറ എന്ന് പറയും. അതായത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ, അതായത് 1990 മുതൽ ഉള്ള കാലഘട്ടങ്ങളിൽ വരുന്ന ആ ലീഡർഷിപ്പിന്റെ പീരീഡിനെ, ഫേസിനെ നേരത്തെ ഞാൻ പറഞ്ഞു 3 വിധത്തിലാണെന്ന്. നെഹ്റുവിന്റെ കാലഘട്ടം, അത് കഴിഞ്ഞ് റീജിയണൽ ലീഡേഴ്സിന്റെ കാലഘട്ടം, പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം, അതായത് 1990 മുതൽ തുടങ്ങിയത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗമായ, അതായത് നമ്മളുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം തുടങ്ങി ഒരു 10 കൊല്ലം 1950 മുതൽ 60 വരെയുള്ള പീരീഡിൽ, അതായത് എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ വന്നിരുന്ന റോൾ എന്ന് നോക്കാം. ഇതിൽ ഈ ലീഡേഴ്സിന്റെ കാലഘട്ടത്തിൽ ഇവരൊക്കെ, ആ കാലഘട്ടത്തിലുള്ള എല്ലാ ലീഡേഴ്സും സ്വാതന്ത്ര്യ സമരത്തിൽ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ്. മാത്രമല്ല അവരുടെ വാല്യൂസ്, അവരുടെ ഐഡിയാസ് എല്ലാം സോഷ്യലും എക്കണോമിക് ചേഞ്ച്, രാജ്യത്തിലുള്ള ചേഞ്ചസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ വിധത്തിലാണ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, ജനാധിപത്യ പ്രിൻസിപ്പിളിന്റെ തരപ്രകാരം നമ്മൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഊന്ന് കൊടുത്തിരുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാകുന്ന സമയത്ത് ഡിബേറ്റ് നടന്നിട്ടുണ്ട്. നാഷണൽ മൂവ്മെന്റിലും അതേമാതിരി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും ആ ലീഡേഴ്സ്, അതായത് ആ കാലഘട്ടത്തിലുള്ള ഫേമസ് ആയ ലീഡേഴ്സ് എന്ന് പറയാനായിട്ട് ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, ജയപ്രകാശ് നാരായൺ, ശ്യാം പ്രസാദ് മുഖർജി, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇ എം നമ്പൂതിരിപ്പാട്, പിന്നെ റാം മൻമോഹൻ, ലോഹിയ, ജയപ്രകാശ് നാരായൺ, ഇവരൊക്കെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ഇനി നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഉള്ളവരാണ്. അപ്പോ ക്യാബിനറ്റ്, നെഹ്റുവിന്റെ ക്യാബിനറ്റ് തുടങ്ങുകയും കോൺഗ്രസ് പാർട്ടി വരികയും അതേമാതിരി തന്നെ നോൺ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവരായ അംബേദ്കറും ശ്യാം പ്രസാദ് മുഖർജിയും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇതിന്റെ ലീഡർഷിപ്പിന്റെ കാരണം ഈ ലീഡേഴ്സ് എല്ലാം കൂടെയാണ് മൊബിലൈസ് ചെയ്യുന്ന ആൾക്കാരെ മൊബിലൈസ് ചെയ്തും അവരെ ഗവൺമെന്റിന്റെ പോളിസികൾ പുറത്തു നിന്നുകൂടെ അവർ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തുകൊണ്ട് പോയത്. ഈ നെഹ്റു ടൈമില് വളരെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിന്റെ ഊന്ന് എന്തിനാന്ന് വെച്ചാല് സെക്കുലറിസം, നോൺ അലൈൻമെന്റ്, പിന്നെ മിക്സഡ് എക്കോണമി, ഇത് മൂന്നിലുമായിരുന്നു കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചത്. അങ്ങനെ വന്ന ആ പ്രാധാന്യം കൽപ്പിച്ച ഏരിയയിൽ കൂടെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അങ്ങനെ അതിനെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയിൽ കൊണ്ടുവരാൻ പബ്ലിക് കമ്മീഷനിലെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതില് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് രജനി കോത്താരിന്റെ ഇമ്പോർട്ടൻസ് ആണ്, അതായത് കോൺഗ്രസ് സിസ്റ്റത്തില്. അപ്പോ ഇവിടെ നാഷണൽ ലെവലിലും ലീഡർഷിപ്പിന്റെയും പോളിസി, എന്ത് പോളിസി എടുത്തിട്ടാണ് ഡയറക്റ്റ് ചെയ്തു പോകുന്നത്, അത് മാത്രമല്ല നാഷണൽ ലെവലിൽ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിലും എങ്ങനെ കൊണ്ടുവരണം, അതേമാതിരി കോൺഗ്രസ് അല്ലാത്ത സ്റ്റേറ്റ്സിലും, കേരള ഒക്കെ കോൺഗ്രസ് അല്ല, നോൺ കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ എങ്ങനെയാണ് ബ്ലൂ പ്രിന്റ്, ഈ പോളിസികൾ ഉണ്ടാക്കുന്ന പോളിസികളും ഡയറക്റ്റീവ്സും നാഷണൽ ലെവലില് യൂണിയൻ ലിസ്റ്റിലാണോ, അതല്ലെങ്കിൽ അതെങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുവരിക, ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ലാൻഡ് റീഫോം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ലാൻഡ് റീഫോംസിനെ പറ്റിയാണ്.
വെൽഫെയർ പോളിസിനെ പറ്റിയാണ്, അഫർമേറ്റീവ് ആയുള്ള ആക്ഷൻസിനെ പറ്റിയാണ്, ഓരോ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഡെവലപ്മെന്റിനെ പറ്റിയും പറയണം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് അവിടെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. മോഡേൺ ഇന്ത്യയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണാൻ സാധിച്ചത്. കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി സിസ്റ്റമും എല്ലാം ആബ്സെന്റ് ആണെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ പറയുന്നത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ട് മിക്ക സ്റ്റേറ്റിലും, എന്നിരുന്നാലും നോൺ കോൺഗ്രസ് പാർട്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇനി കേരളത്തില്, അതായത് നമ്മുടെ കേരളത്തില് EMS നമ്പൂതിരിപ്പാട് കേരള ഗവൺമെന്റിന്റെ മിനിസ്ട്രി തന്നെ ഉണ്ടാക്കി. 57 മുതൽ 59 വരെ എക്സ്പെരിമെന്റൽ ആയിരുന്നു ഇത്. അതായത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള പാർട്ടി ഇലക്ഷൻ ജയിക്കുകയും അതിനുശേഷം ആ നമ്പൂരിപ്പാട് ഒരു റീഫോംസ് കേരളത്തിൽ നടത്തിക്കൊണ്ടുവന്നു. ആ റീഫോംസ് എന്തൊക്കെയാന്ന് വെച്ചാല് സോഷ്യൽ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കൂട്ടുപിടിക്കുന്നത്. SSPയും PSPയും ഗാന്ധിയൻ പോളിസികളുമുള്ള കോൺഗ്രസ് ഗവൺമെന്റ്. ഇതിനുശേഷം ഇവര് വെൽഫെയർ ഫാർമേഴ്സിന്റെയും റിസർവേഷൻ, OBCന്റെ റിസർവേഷൻ എത്രയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ബീഹാറിലും ഉത്തർപ്രദേശിലും, സൗത്ത് ഇന്ത്യയില് CM അണ്ണാദുരൈ ഹൈലൈറ്റ് ചെയ്തത് സെൽഫ് റെസ്പെക്റ്റിനും തമിഴന്മാരുടെ കൾച്ചറൽ പ്രോഗ്രസിനെ കുറിച്ചാണ് അവിടെ ഊന്നുകൊടുത്തത്. 1963 നെഹ്റു മരിക്കുമ്പോൾ അവിടെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. നാഷണൽ ലെവൽ, ഇന്ത്യൻ നാഷണൽ ലെവലിൽ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിന്റെ ഷിഫ്റ്റ് കാണുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പോപ്പുലാരിറ്റി പതുക്കെ കുറയാൻ തുടങ്ങി. അതായത് ഭക്ഷ്യക്ഷാമം വന്നു, ജനക്ഷാമം വന്നു, ഇൻഫ്ലേഷൻ വന്നു. ഇതെല്ലാം വന്നപ്പോഴത്തേക്കും പാർട്ടിയുടെ ഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടിയുടെ ലീഡർഷിപ്പായ കോൺഗ്രസിനെ പറ്റി ഒപ്പോസിഷൻ ലീഡേഴ്സായ സോഷ്യലിസ്റ്റ് പാർട്ടികള് SSP, PSP, ജനസംഘം, സമാന്തര പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, ഇവരൊക്കെ പൊളിറ്റിക്കലി ഇവരെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കോൺഗ്രസ് ഡിഫീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് തോറ്റു പോകുന്നു ഇലക്ഷനിൽ 1967 59. അപ്പൊ അങ്ങനെ കോൺഗ്രസിന്റെ പതനം കാരണം ലീഡർഷിപ്പിലും സെവറൽ സ്റ്റേറ്റ്സിലും ഓൾ ഇന്ത്യ ലെവൽ ലീഡർഷിപ്പ് എടുക്കുന്നത് ഇന്ദിരാഗാന്ധിന്റെ ലീഡർഷിപ്പ് വരുന്നത് 60ലും 70കളിലുമാണ്. ഫോർമേഷനാണ്, പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. അതിൽ ഗ്രാജുവേറ്റ് ആയാൽ പല ലീഡേഴ്സിനും നാഷണൽ ലീഡേഴ്സിൽ അവരെ കൂട്ടുന്നു. ഇതിന്റെ കൂടെ കോൺഗ്രസ് സിസ്റ്റം ഒരു കോൺഗ്രസിന്റെ ഡൊമിനിയൻസ് തന്നെ അവര് കൊണ്ടുവന്ന് എടുക്കുകയാണ്. ഇത് 1960ലും 80ലും നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് നെഹ്റുവിന് ശേഷം ആരെന്നുള്ള ക്വസ്റ്റ്യന്, നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ഡോട്ടർ ഓഫ് നെഹ്റു അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡർഷിപ്പിലാണ്. രണ്ടാമത്തെ ഭാഗമായ സ്റ്റേറ്റ് ലെവൽ ലീഡർഷിപ്പ് 1960 മുതൽ 1980 വരെ ഈ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ലീഡർഷിപ്പ് ഉണ്ടായല്ലോ. അതായത് ഇന്ദിരാഗാന്ധി വന്നു. പിന്നെ ഇവിടെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ളവരും ഉണ്ട്. പിന്നെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ചില മാറ്റേഴ്സിൽ പോളിസി ഇഷ്യൂലും സ്ട്രാറ്റജിയിലും ഫാക്ഷനിസത്തിലും കോൺഗ്രസിന്റെ വ്യത്യാസം വന്നു. അത് പിന്നെ അഭിപ്രായ വ്യത്യാസം വരികയും സ്വന്തമായിട്ട് പാർട്ടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വന്തമായിട്ട് പാർട്ടികൾ ഉണ്ടാക്കി റെപ്രസെന്റ് ചെയ്യുന്ന ആസ്പിറേഷൻസ് മുഴുവനും അതാത് സ്റ്റേറ്റിലെ ഏത് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ ഏത് റീജിയനിലാണോ ഏത് സോഷ്യൽ ഗ്രൂപ്പാണോ സ്പെഷ്യൽ ഗ്രൂപ്പാണോ എന്നുള്ളതാണ് അവിടെ ഫോക്കസ് വരിക. അങ്ങനെ വന്നതാണ് നമ്മള് ചരൺ സിംഗിന്റെ നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാനയിലെയും ദേവിലാൽ ഹരിയാനയില്, ബിജു പട്നായിക്കിന് ഒഡീഷയില്, ജ്യോതി ബാസു വെസ്റ്റ് ബംഗാളില്, കരുണാനിധി, MG രാമചന്ദ്രൻ എന്നിവർ തമിഴ്നാട്ടിലും സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയാസിൽ അവര് പാർട്ടി ഉണ്ടാക്കണം. ഈ നാഷണൽ പോളിറ്റിക്സിനെ അവരുടെ സ്റ്റേറ്റിലേക്ക് പ്രത്യേകമായിട്ട് മാറ്റുന്നു. ഇവിടെ 20ാം നൂറ്റാണ്ട്, അതായത് 1970ലും 80ലും കാണുന്ന ഈ പൊളിറ്റിക്സിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിന്റെ റോള് ഞാൻ നേരത്തെ പറഞ്ഞു, ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് വരികയും
അവർ ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയിട്ട് വരികയും ചെയ്യുന്നു. ഇവിടെ കാർപ്പൂരി താക്കൂർ ബീഹാറിലും, NTR ആന്ധ്രാപ്രദേശിലും, ദേവരാജ് അർസ് കർണാടകയിലും, ഇതൊക്കെ ഈ റെപ്രസെന്റേഷൻ, അതായത് ലീഡർഷിപ്പിന്റെ, ഇൻഡിവിജ്വൽ ലീഡർഷിപ്പിന്റെ പാറ്റേൺസ് ആണ്. ഇവിടെ അവരുടെ സിംബൽസ്, ഗൈഡ്, ഐഡിയോളജി, സോഷ്യൽ ഗ്രൂപ്പിന്റെ ഐഡിയ, മാർജിനലൈസ് ചെയ്തിട്ടുള്ള പ്രത്യേകതരമായ അവരുടെ കമ്മ്യൂണിറ്റി മാത്രമായിരിക്കും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു വരുമ്പോൾ നമ്മൾ ആസ്പിറേഷൻസ്, ഇവരുടെ സ്വന്തമായ ഇഷ്ടങ്ങൾ, ന്യൂ സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ് ഡെവലപ്പ് ആവുന്നത്. ഫാർമേഴ്സ് ഉണ്ട്, കർഷകരുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്. ഇവർക്കൊക്കെ സ്റ്റേറ്റിന്റെ പോളിസികളായിട്ടുള്ള ലാൻഡ് റീഫോംസും ഗ്രീൻ റെവല്യൂഷനും ഒക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പിന്റെ ലോക്കൽ ലെവലിൽ വരുന്നു. കഞ്ചൻ ചന്ദ്ര 2004 സെപ്പറേറ്റ് ആയിട്ട് ലീഡേഴ്സിന്റെ പാർട്ടീസും അതിനെപ്പറ്റി പരാമർശിക്കുന്നത് റെപ്രസെന്റേഷൻ ബ്ലോക്കേജ് എന്നാണ് പറയുന്നത്. ഇനി കരൺ സിംഗ് ഞാൻ പറഞ്ഞു 1902 മുതൽ 1987 വരെ നല്ലൊരു ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഫാമിംഗ് കമ്മ്യൂണിറ്റി, കർഷകരെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡറായിരുന്നു ചരൺ സിംഗ്. ബാക്ക്വേർഡ് ക്ലാസ്സസ്, നോർത്ത് ഇന്ത്യയിലുള്ള ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയ ഉത്തർപ്രദേശിലും ബീഹാറിലും ഉള്ള കർഷക മൂവ്മെന്റ്സ് ഉണ്ടാക്കുകയും നാഷണൽ മൂവ്മെന്റ് മാത്രമല്ല, കരൺ സിംഗ് നാഷണൽ മൂവ്മെന്റിൽ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. 1969 വരെ ചീഫ് മിനിസ്റ്ററായി, ഉത്തർപ്രദേശിന്റെ 2 പ്രാവശ്യം ചീഫ് മിനിസ്റ്ററായി. അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടിനെ വിടുകയും പുതിയതായിട്ട് ഒരു പാർട്ടി, ഭാരതീയ ക്രാന്തി ദാൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഓർഗാനിക് ഇന്റലിജൻസ് എന്നുള്ള ബുക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ ലാൻഡ് റീഫോംസ്, കർഷകന്റെ റീഫോംസിലാണ്. കർഷകനാണല്ലോ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഭാഗം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതേമാതിരി ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് കോപ്പറേറ്റീവ് ഫാമിംഗ്, ഒരുമിച്ചുള്ള ഫാമിംഗ്, അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കോൺഗ്രസ് ആ സമയത്ത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്സിൽ കൂടെ 1977 ഈ പാർട്ടീനെ, സ്വന്തം പാർട്ടീനെ മെർജ് ചെയ്യാണ്. മെർജ് ചെയ്യുമ്പോൾ ജനതാ പാർട്ടി എന്നുള്ള ലെവലിലേക്ക് പോകുന്നു. അതിന്റെ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആ കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കുറച്ച് മാസങ്ങൾ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചരൺ സിംഗിന്റെ ഐഡിയാസും പേഴ്സണാലിറ്റിയും കണ്ടിന്യൂ ചെയ്തു വരുന്നത് നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്സിലാണ്. അതേമാതിരി ഫാമിംഗ് കമ്മ്യൂണിറ്റിയിലും ബാക്ക്വേർഡിലും ജയപ്രകാശ് നാരായണനായ JP എന്ന ഷോർട്ട് ഫോമിലുള്ള സോഷ്യലിസ്റ്റ് ലീഡർ വളരെ നാഷണൽ മൂവ്മെന്റിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നു. ഇതില് ആ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും മൊബിലൈസ് ചെയ്യാനും ആൾക്കാരെ എഗെയിൻസ്റ്റ് ഓഥോറിറ്റേറിയൻ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടും ആ കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ഒരു എമർജൻസി വരുന്നത്. ഈ എമർജൻസി, ഈ മൂവ്മെന്റിനെയാണ് JP മൂവ്മെന്റ് എന്ന് പറയുന്നു. ഈ ജയപ്രകാശ് നാരായൺ മൊബിലൈസ് ചെയ്യുന്ന സെക്ഷൻസ് എക്സ്പെഷ്യലി സ്റ്റുഡൻസിനെയാണ് മൂവ്മെന്റിലേക്ക് കൊണ്ടുവരിക. കാരണം അവരാണ് നാളത്തെ സിറ്റിസൺസ് ആകാൻ പോകുന്നവര്. അപ്പൊ ഏതെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റുഡൻസ് ആയിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര്. സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഇക്കണോമിക് സ്ട്രക്ചർ ആയിക്കോട്ടെ, അവരുടെ ട്രാൻസ്ഫർമേഷനെയാണ് നമ്മൾ ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്നു. ഇതിന്റെ കൂടെ ഈ എമർജൻസി കൂടെ വന്നപ്പോഴത്തേക്കും JPനെ ജയിലിൽ അടയ്ക്കുകയും അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. അതിന്റെ പാർട്ടിയുടെ പേരാണ് ജനതാ പാർട്ടി. ഇതിന്റെ പാർട്ടിയിൽ മെർജ് ചെയ്ത് വന്നത് 5 പാർട്ടികളാണ്. ഈ 5 പാർട്ടികളും കൂടെ ഒരുമിച്ചിട്ടാണ് ഈ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. അതിന്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത് ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, രാംവിലാസ് പാസ്വാനി, സുശീൽ കുമാർ മോദി, ഇവരൊക്കെയാണ് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഇവര് 2 പേര് ചീഫ് മിനിസ്റ്റേഴ്സ്, ബീഹാറിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയി. ഒരാള് യൂണിയൻ മിനിസ്ട്രിയിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മിനിസ്റ്റർ ആയിട്ട് മാറി. ഒരാള് ഒപ്പോസിഷൻ ലീഡർ, ബീഹാറിലെ ഒപ്പോസിഷൻ ലീഡർ ആയിട്ടും മാറിയാണ് ചെയ്യുന്നത് കാലക്രമേണ. പിന്നെ NT രാമറാവു 1923 മുതൽ 96 വരെ തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു മെമ്പറാണ്. അപ്പൊ
ആ പേഴ്സണാലിറ്റി തന്നെ ഒരു സിനിമയിലുള്ള ആ പേഴ്സണാലിറ്റി വെച്ചിട്ട് ആ തെലുഗുദേശം പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. അതിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അൺഡിവൈഡഡ് ആയിട്ടുള്ള ആന്ധ്രാപ്രദേശ് ആയിരുന്നു. അതിന് ശേഷമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ടുള്ള നോൺ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ആണ് ആന്ധ്രാപ്രദേശിലത്തെ NT രാമറാവ്. ഇത് കൂടാണ്ട് അങ്ങനെ മൊബിലൈസേഷൻ എന്തിനൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റെസ്റ്റോറിംഗ് ആണ്. തെലുങ്ക് പ്രൈഡ്, അവരുടെ തെലുങ്ക് ജാതി ഗൗരവം എന്ന് പറയും അതിന്. അതായത് ആ ജാതിന്റെ ഗൗരവം വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനും സെൻട്രൽ ഗവൺമെന്റിന്റെ കാരണത്തിൽ അവർ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയ കോൺഗ്രസ് ഗവൺമെന്റ് ആന്ധ്രാപ്രദേശിലെ ലീഡേഴ്സിന് വൈരാഗ്യമുള്ള റെസ്പെക്ട് കൊടുത്തിട്ടില്ല. അത് കാരണം നമ്മളെ റെസ്പെക്റ്റിനെ നമ്മൾക്ക് കിട്ടേണ്ട റെസ്പെക്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അത് തെലുഗുദേശം എന്നുള്ള ഒരു പുതിയതായിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടാക്കുകയും അതിൽ കൂടെ അവര് പോളിസികളെ ഗവൺമെന്റിന്റെ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്ത് അവരുടെ തെറ്റുകൾ എടുത്ത് പറയുന്നു. പിന്നെ ഈ പാർട്ടി ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പല പുതിയ പ്ലാൻസും കൊണ്ടുവരുന്നുണ്ട്. അതാണ് ആദ്യത്തേതായിട്ട് പറയുകയാണെങ്കിൽ മിഡ് ഡേ മീൽ സ്കീം കൊണ്ടുവന്നു സ്റ്റുഡൻസിന്. ജനറൽ വെൽഫെയർ ആണ് ഇതിന്റെ അർത്ഥം. വെൽഫെയർ ഇഷ്യൂസ് ആണ്. റൈസ് സപ്ലൈ കൊടുക്കുക, ക്ലോത്ത്, സാധാരണ പുവറായിട്ടുള്ള അല്ലെങ്കിൽ പാവങ്ങൾക്ക് അരിയും തുണിയും, അതേമാതിരി കൺസ്ട്രക്ഷൻ ചെയ്ത് വീട് കൊടുക്കുക ബാക്ക്വേർഡ് ക്ലാസ്സിന്, പിന്നെ സബ്സിഡൈസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഫാർമേഴ്സിന് കൊടുക്കുക. ഇങ്ങനത്തെ വെൽഫെയർ ഇഷ്യൂസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ പോപ്പുലാരിറ്റി കൂടി വരുന്നു ആ ആന്ധ്രാപ്രദേശിൽ. ഇനി കാർപ്പൂരി താക്കൂർ 1924 മുതൽ 1988 വരെ വളരെ സ്പെഷ്യലായ ലീഡർഷിപ്പ് ഉണ്ട് ഹിന്ദി സ്പീക്കിംഗ് റീജിയനിൽ. അത് മാത്രമല്ല, ഇങ്ങേര് ഇതിനു മുമ്പ് നാഷണൽ മൂവ്മെന്റിലെ മെമ്പർ ആണ്, ചീഫ് മിനിസ്റ്റർ ആയിട്ട് 2 പ്രാവശ്യം വരികയും ചെയ്തു. അത് മാത്രമല്ല ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ 4 യുഗം 40 വർഷത്തോളം ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് ലീഡറാണ്, ചീഫ് മിനിസ്റ്റർ ആണ് ബീഹാറിന്റെ. റിസർവേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂടാതെ ഫോർമുല കൊണ്ടുവന്നു. ആ ഫോർമുലയുടെ പേരാണ്, ഒരു പുതിയ ഫോർമുല കൊണ്ടുവന്നു, കർപ്പൂരി താക്കൂർ ഫോർമുല. ഈ ഫോർമുലയിൽ കൂടെ റിസർവേഷൻ ചെയ്യുക, അതായത് സീറ്റ് റിസർവേഷൻ ചെയ്യുക OBC ഡിഫറെന്റ് കാറ്റഗറീസിലും എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് ആയവരും ഈ ഫോർമുല ഉപയോഗിച്ച് റെഫറൻസ് കൊടുത്ത് റിസർവേഷൻ പോളിസിയിൽ കൂടെ OBC എന്നുള്ള പോളിസിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങേരുടെ മരണശേഷം ലാലു പി യാദവും നിതീഷ് കുമാറും ലീഡേഴ്സ് ആയിട്ട് വരികയാണ് ബീഹാറിൽ. 1980 ആസാം ഇതേമാതിരി എമർജൻസി പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരുന്നു. ഈ പുതിയ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് മൂവ്മെന്റിൽ നിന്ന് വരുന്നതാണ്. 6 കൊല്ലം അവര് ഒരു മൂവ്മെന്റ് ഉണ്ട്, സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് ഉണ്ട്. 1979 മുതൽ 85 വരെ ആന്റി ഫോറിനേഴ്സ് മൂവ്മെന്റ്, അതിനെ അങ്ങനെയാണ് പേര് കൊടുത്തിരുന്നത്, ഓൾ ഇന്ത്യ ആസാം മൂവ്മെന്റ്. ആ മൂവ്മെന്റിൽ കൂടെ സ്റ്റുഡൻസ് പുതിയതായിട്ട് വന്നിട്ടുള്ള ആന്റി ഫോറിനേഴ്സ് മൂവ്മെന്റ് ഈ റീജിയണൽ പാർട്ടിയിലെ AGP എന്ന് പറയും, അസോം ഗാന പരിഷത്ത്, ഇതിൽ കൂടെ അവർ മെമ്പേഴ്സ് ആവുകയും ലീഡർഷിപ്പ് എടുക്കുകയും പ്രഫുല്ലകുമാർ മഹന്ത ചീഫ് മിനിസ്റ്ററിന്റെ ആസാമിന്റെ 2 പ്രാവശ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വരികയും ചെയ്തു. ഇത് കൂടാണ്ട് BJP ലീഡേഴ്സ് ആയ സർബോധ് സോനോവാലും ഹേമന്ത ബിശ്വ ശർമ്മയും ഈ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ആസാമിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ആവുന്നു ലേറ്റർ ഓൺ. ഇവരും പൊളിറ്റിക്കൽ കരിയറും സ്റ്റുഡന്റ് ലീഡേഴ്സ് ആയിരുന്നു. ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റുഡന്റ് ലീഡർഷിപ്പ് കിട്ടുമ്പോൾ അവർ നാച്ചുറലി അവര് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയും ചെയ്യും, പൊളിറ്റിക്സിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ കണ്ടുവരുന്ന സ്റ്റുഡന്റ് പൊളിറ്റിക്സിന്റെ ഒരു പ്രാധാന്യം. ഇനി 1990 അതായത് പുതിയ തരത്തിലുള്ള ലീഡർഷിപ്പിന്റെ ഭാഗം ഇവിടെ വരുന്നത് നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ സോഷ്യൽ പീരീഡിന്റെ അവസാന ഭാഗമുണ്ട്. ഇതിൽ ഡിഫൈൻ ചെയ്ത സ്റ്റേറ്റിന്റെ റോൾ എന്താന്ന് നെഹ്റുവിന്റെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പോളിസികളാണ്. 91 ഫങ്ഷൻസ് എമർജ് ചെയ്ത ചേഞ്ച് കോൺടെസ്റ്റ് ആണ് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ആയിരുന്ന PV നരസിംഹറാവു, ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ്, ഇവർ പുതിയതായിട്ടുള്ള റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റീഫോംസിൽ കൂടെ അവര് ഡിസൈസീവ് ആയിട്ടുള്ള ഒരു റോൾ എടുക്കുകയാണ്. റിലേഷൻ എന്താണ്,
ഡെവലപ്മെന്റ് കൺട്രിയിൽ. മൻമോഹൻ സിംഗും 2004-2014 പ്രൈം മിനിസ്റ്റർ ആവുന്നു. അതിനുശേഷം ഇൻക്രീസ് ആയ ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ വഴി ബേസ്ഡ് ആയ കാസ്റ്റ്, അതായത് ദാലിത്ത്, OBC, പിന്നെ റിലീജിയനും മതവും സ്ത്രീകളും, അങ്ങനെയാണ് നേച്ചർ ഓഫ് ലീഡർഷിപ്പ് അവിടെ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. ഈ ക്വാളിറ്റിയിൽ കൂടെ ന്യൂ ജനറേഷൻ ഓഫ് OBC വരുന്നുണ്ട്. ദാലിത്തിന്റെ ലീഡർഷിപ്പും സ്ത്രീകളുടെ ലീഡർഷിപ്പും ഡൈനാസ്റ്റി ആയിട്ടുള്ള ലീഡർഷിപ്പും റിലീജിയൻ, മതപരമായ ബേസിലെ കൾച്ചറൽ നാഷണലിസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ 1960 മുതൽ 1980 വരെ പല വിധത്തിലുള്ള ലീഡേഴ്സാണ് ഇന്ത്യയിൽ ലീഡർഷിപ്പ് എടുക്കുന്നത്, കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. ഇതിന്റെ ലീഡർഷിപ്പിന്റെ കോമൺ വിഷൻ എന്താന്ന് വെച്ചാൽ സോഷ്യൽ ആയിട്ടുള്ള ജസ്റ്റിസും വെൽഫെയറും. ഇതിനു വേണ്ടി അവർ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഇന്റലക്ച്വൽ ആയിട്ടുള്ളവരെ കൊണ്ടും ലീഡേഴ്സിനെ കൊണ്ടും മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൽ കൊണ്ടും ഇതിൽ കൂടെ ഹിന്ദി ബെൽറ്റിൽ പേഴ്സണാലിറ്റീസ് ആയ BR അംബേദ്കർ, രാംമോഹൻ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ചരൺ സിംഗ് ദാലിത് ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. OBC ലീഡർഷിപ്പ് 2014 അംബേദ്കർ പറഞ്ഞ് കാൻഷിറാം ഫോം ചെയ്യുന്ന BSP എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്നു. അതിന്റെ മായാവതിയാണ് ഫസ്റ്റ് ദാലിത് വുമൺ ചീഫ് മിനിസ്റ്റർ ആവുന്നത്. അതിനുശേഷം ഇവര് ടേമിൽ ചീഫ് മിനിസ്റ്റർ ബീഹാറിലാണെങ്കിൽ ലാലു പ്രസാദ് യാദവ് ചീഫ് മിനിസ്റ്റർ ആവുന്നു. അവരുടെ ഉദ്ദേശം സെൽഫ് റെസ്പെക്ട്, ലോ കാസ്റ്റ് ആയിട്ടുള്ളവർക്ക് സെൽഫ് റെസ്പെക്ട് കൊടുക്കുക, അവരെ ഡെവലപ്മെന്റിൽ കൊണ്ടുവരിക. നിതീഷ് കുമാർ ആണെങ്കിൽ ചീഫ് മിനിസ്റ്ററായി ബീഹാർ വന്ന ശേഷം പെൺകുട്ടികളുടെ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്കിൾസ് ആണ്. സൈക്കിൾ യോജന എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പോയി വരാൻ, സ്കൂളിലേക്ക് പോയി വരാനുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഇതേമാതിരി തന്നെ ഈ കാലഘട്ടത്തിൽ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പൊളിറ്റിക്കൽ പാർട്ടീസ് മെമ്പേഴ്സ്, MPസും MLAസും പ്രൈം മിനിസ്റ്റേഴ്സും മിനിസ്റ്റേഴ്സും ഒക്കെ പൊളിറ്റിക്കൽ ഫാമിലീസിന്റെ ഗ്രൂപ്പിൽ നിന്ന് വന്ന് അവർ എത്രത്തോളം പൊസിഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഇനി റിലേഷൻഷിപ്പ്, ഒരു ലീഡറിന്റെ റിലേഷൻഷിപ്പും ആ ലീഡറിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ്. അതായത് അച്ഛൻ, മകൻ, മരുമകൻ, കൊച്ചുമകൻ, അങ്ങനെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ പറ്റിയും നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ടംപററി ലീഡേഴ്സിന്റെ ടൈമിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫാമിലി മെമ്പേഴ്സ് തന്നെ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഏർലിയർ ജനറേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലൊന്നും നാഷണൽ മൂവ്മെന്റിൽ ഇത്രയും പൊളിറ്റിക്കൽ എന്താ പറയാ ഈ ഫാമിലി പൊളിറ്റിക്സ് അധികം കണ്ടിരുന്നില്ല. പിന്നെ ഈ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിനെ പറ്റി എഴുതിയിട്ടുള്ള പൈനിയർ ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഡൈനാസ്റ്റി ആൻഡ് ഡെമോക്രസി എന്ന് പറയും. അതിന്റെ ഡെമോക്രാറ്റിക് ഡൈനാസ്റ്റീസ്, സ്റ്റേറ്റ്, പാർട്ടി, ഫാമിലി, കണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി 2016 എഡിറ്റ് ചെയ്തത് കഞ്ചൻ ചന്ദ്ര. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ഡെമോക്രാറ്റിക് ഡൈനാസ്റ്റീസ് ആണ്. ഇതിന്റെ കൂടെ ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ സ്റ്റേറ്റ് ലെവലിലും പൊളിറ്റിക്കൽ ലെവലിലും ഇതിനെപ്പറ്റി, പൊളിറ്റിക്കൽ ഫാമിലീസിനെ പറ്റിയും അവരുടെ എക്സ്പെക്ടേഷനെ പറ്റിയും അവരുടെ റിട്ടേൺസിനെ പറ്റിയും വിശാലമായിട്ട് പറയുന്നു. ഇനി നമ്മൾ ഈ കാലഘട്ടത്തിൽ വോട്ടേഴ്സ് ആണെങ്കിലോ മെമ്പേഴ്സ് ഒക്കെ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിലുള്ളവരാകുമ്പോൾ അവരുടെ സ്ട്രക്ചറും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ലീഡർഷിപ്പ്, ലേഡീസിന്റെ ലീഡർഷിപ്പിനെ പറ്റിയാണ്. അതായത് ഇന്ദിരാഗാന്ധി 1966, 1997, 1980 മുതൽ 1884 വരെ ഒരു മെയിൻ സ്ട്രീമില് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി ഭരിക്കുകയും വിഷ്വലൈസ് ആയ, കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്ന മെയിൽ ഡോമിനേറ്റഡ് ഏരിയ ആണ്. അവിടെയാണ് ലേഡീസിന്റെ റിസർവേഷൻ വരികയും അത് കൊണ്ടിരിക്കുകയും ചെയ്തു. ഇങ്ങനെ
പ്രൊവിഷൻ ക്വസ്റ്റ്യൻ വന്നു, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ 33% ലേഡീസിന് വേണ്ടി റിസർവ് ചെയ്യണം. കാരണം വോട്ടേഴ്സും ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ലേഡീസ് ആണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പൊ വോട്ടേഴ്സും അവർ തന്നെയായിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പൊ അവർക്ക് പെർസെൻറ്റേജ് കൂടുതൽ പ്രസന്റേഷൻ, അതായത് പാർലമെന്റിലല്ല അവർക്കുള്ള റെപ്രസെന്റേഷൻ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം വരികയും ഈ വിമൻ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചറൽ കണ്ടീഷനിങ് ഉണ്ട് പാട്രിയാർക്കിയിൽ. ഇതിന്റെ ഗ്രേസിൽ കൂടെ കോൺഷ്യസ് ലെവലിൽ കൊണ്ടുവരുന്നു, സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുവരുന്നു, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും കൊണ്ടുവരുന്നു. വുമൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സും ആ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവരിൽ ചിലര് കുജിത കൃപാലിനി ഉത്തർപ്രദേശില്, ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്തില്, അൻവാര തൈമൂർ ആസാമില്, മെഹബൂബ മുഫ്തി ജമ്മു ആൻഡ് കാശ്മീരില്. ഇത് ജമ്മു ആൻഡ് കാശ്മീർ രണ്ടാക്കുന്നതിന് മുമ്പ്, 2 യൂണിയൻ ടെറിട്ടറി ആക്കുന്നതിന് മുമ്പുള്ളതാണ്. മായാവതി ഉത്തർപ്രദേശില്, ജയലളിത തമിഴ്നാട്ടില്, മമതാ ബാനർജി ബംഗാൾ, അങ്ങനെ റാബ്രി ദേവി ഇൻ ബീഹാറില്. അപ്പൊ ഇങ്ങനെ മായാവതി, മമതാ ബാനർജി, ജയലളിതയൊക്കെ എക്സാമ്പിളാണ്, ക്രിട്ടിക്കൽ എക്സാമ്പിളാണ് വുമൺ ലീഡർഷിപ്പിന്. ഈ വുമൺ ലീഡർഷിപ്പിന്റെ കാലഘട്ടത്തിൽ ഐഡിയോളജീസ് ഒക്കെ BR അംബേദ്കറുടെയും കൻശിറാമിന്റെയും കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസികളാണ്. വെൽഫെയർ ഓഫ് ദാലിത് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസിനും അംബേദ്കർ വില്ലേജ് പ്രോഗ്രാംസിലും ഇതിലൊക്കെ റെക്കഗ്നേഷൻ കൊടുക്കുകയും കൾച്ചറൽ സിംബോളിക് അസോസിയേഷൻ വരികയും ആ സോഷ്യൽ മീഡിയയിൽ കൂടെ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. മമതാ ബാനർജി ഇതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. അതേമാതിരി തന്നെ ഈ പാർട്ടീസിന്റെ മായാവതിയും ജയലളിതയും അവര് വന്നത് അവരുടെ ഫൗണ്ടർ ലീഡേഴ്സിന്റെ ഷെയ്ഡിലാണ്. BSPയിലെ കൻഷറാം, AIADMKന്റെ MG രാമചന്ദ്രനും, അതേമാതിരി മമതാ ബാനർജിന്റെ പാർട്ടിയാണ് ത്രിമൂണൽ കോൺഗ്രസ്. 1999 അത് സ്ഥാപിതമാവുന്നത്. അതിനുശേഷം അതിന്റെ ലീഡറായിട്ട് മമതാ ബാനർജി തന്നെയാണ് വരുന്നത്. മമതാ ബാനർജി യൂണിയൻ റെയിൽവേ മിനിസ്റ്റർ ആയിട്ട് ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു, NDA ഗവൺമെന്റ്, അടൽ ബിഹാരി വാജ്പേയിന്റെ കാലഘട്ടത്തിൽ. ആ പൊളിറ്റിക്സിൽ മമതാ ബാനർജി ഭയങ്കര ഫിറോഷ്യസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. പൊളിറ്റിക്സില്, അത് മാത്രമല്ല പാർലമെന്റില് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവരുടെ റിയാക്ഷൻ. പാർലമെന്റില് സെഷൻ നടക്കുന്ന അവരുടെ റിയാക്ഷൻ ഞാൻ നേരിട്ട് ആ സമയത്ത് അതിൽ പാർലമെന്റിൽ ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയും ഞാനത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഫിറോഷ്യസ് ആയിട്ടുള്ള സ്ട്രോങ് ലീഡറാണ് മമതാ ബാനർജി. പൊളിറ്റിക്സിൽ അവർ വരുന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്നാണ്. അതിനുശേഷം കോൺഗ്രസ് വിട്ടിട്ട് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ഈ പാർട്ടിന്റെ ഫാർമേഴ്സ് ആണ് നന്ദിഗ്രാമത്തിലും സിംഗപ്പൂരിലും. അവര് ഈ ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റ് ലാൻഡ് അക്വയർ വരുമ്പോഴത്തേക്കും അവരതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ 3 പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആവുന്നുണ്ട്. അവരുടെ പാർട്ടി ലെഫ്റ്റ് ഫ്രണ്ടിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് 35 കൊല്ലം റൂൾ ചെയ്തവരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിനെ പറ്റി നമ്മൾ എടുത്തു പറഞ്ഞ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്ന ഒരു ചാപ്റ്ററിലേക്ക് എന്താന്ന് വെച്ചാൽ അവിടെ വരുന്നത് ഈ ചാപ്റ്ററിൽ കൂടെ ഈ എത്രത്തോളമുള്ള ദാലിത് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനും OBC എന്ന ഗ്രൂപ്പിനും വുമൺ ഗ്രൂപ്പിന്റെയും ആരാണ് ദാലിത്ത്, അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നായിരിക്കും ഈ 12ാമത്തെ ഈ ചാപ്റ്ററിൽ കൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഇവിടെ പൊളിറ്റിക്സിൽ, ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ വരുന്നത് മുഴുവനും ജാതിയുടെയും ജെൻഡറുടെയും പേരിലാണ്. അതായത് സ്ത്രീ പുരുഷ ഭേദവും അവരുടെ കാസ്റ്റിന്റെ ഭേദത്തിലുള്ള ഇതിനെയാണ് ദാലിത്ത് എന്നും OBC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണെന്ന് അർത്ഥം. ഇന്ത്യൻ സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും ജെൻഡർ, എക്സ്പെഷ്യലി ദാലിത്ത് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരെയാണ്. OBC എന്ന് പറയുമ്പോൾ അതേമാതിരി തന്നെ വുമണും സ്ത്രീകളെയും, ഈ 2 കാറ്റഗറിയിലും ഇവരുടെ ഇൻഫ്ലുവൻസ് എക്കണോമിക് എത്രത്തോളം ഉണ്ട്, സോഷ്യൽ എത്രത്തോളം ഉണ്ട്, പൊളിറ്റിക്കലി ലൈഫ് ഇവരുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കൂടെ പരാമർശിച്ചു പോവുക. അതായത് വർഷങ്ങളോളം മുമ്പ് നമ്മളുടെ പൊളിറ്റിക്കൽ കോൺഷ്യസിലും പൊളിറ്റിക്കൽ മൊബിലൈസേഷനിലും ഓരോ സ്റ്റേറ്റും
അവരുടേതായ പോളിസി ഫോർമുലേഷൻ കൊണ്ടുവന്നു. എംപവർമെന്റ് കൺസിഡറബിൾ ആക്ട് ആണ് എംപവർമെന്റ്. ആ എംപവർമെന്റിൽ കൂടെയാണ് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡില് ദാലിത്ത്, താഴ്ന്ന ജാതിക്കാരായ ദാലിത്തിനെയും OBC-നെയും സ്ത്രീകളെയും മുൻനിരയിലേക്ക്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദാലിത്ത് എന്ന ടേം എന്താണെന്ന് ചോദിച്ചാൽ അത് മറാത്തി ലാംഗ്വേജിൽ നിന്നാണ് ഒറിജിൻ. അതിന്റെ പേര് ബ്രോക്കൺ, അല്ല അതിന്റെ അർത്ഥം തകർന്നത് എന്നാണ്. ബ്രോക്കൺ അല്ലെങ്കിൽ തകർന്നു പോയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പോപ്പുലാരിറ്റി, ദാലിത്ത് എന്നുള്ള ലിറ്ററസിന്റെ പോപ്പുലാരിറ്റിയും അവരുടെ ഫോർമേഷനും ദാലിത്തിന്റെ ഓർഗനൈസേഷനിൽ കൂടെ നമ്മൾ മഹാരാഷ്ട്രയിൽ കാണുന്നു. ദാലിത്ത് പന്താസ് എന്ന് പറഞ്ഞിട്ട് 1970 ഈ ദാലിത്ത് പന്താസിന്റെ മാനിഫെസ്റ്റോയില് ഡിഫൈൻ ചെയ്തിട്ടുള്ള ദാലിത്ത് എന്നുള്ളത് ഒരു അംബർല ടേമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അതായത് ഈ അംബർല ടേം എന്ന് പറയുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, നിയോ ബുദ്ധിസ്റ്റ്, പാവപ്പെട്ട കർഷകർ, വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ വുമൺ, ഇതെല്ലാം കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ആ ലെവലിലുള്ള ഇന്ത്യ ആ കാലഘട്ടങ്ങൾ. ഇതിനെ ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ കൊണ്ടുവരുമ്പോൾ, അക്കാഡമിക്സിൽ കൊണ്ടുവരുമ്പോഴും ഇതിന് മീൻ ചെയ്തെടുക്കുന്ന ഗ്രൂപ്പ് ഷെഡ്യൂൾ കാസ്റ്റ് എന്നാണ് പറയാ. ഇതിന് ശേഷം ദാലിത്തിനെ ഒരു റെഫർ ചെയ്തെടുക്കുന്നത് SC ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള ലെവലില്. ഇതിന് നാച്ചുറലായിട്ടും പൊളിറ്റിക്കലായിട്ടും അക്കാഡമിക് ഡിസ്കോഴ്സിൽ വരികയാണ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. SC സ്റ്റാൻഡ്സ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, ST സ്റ്റാൻഡ്സ് ഫോർ ഷെഡ്യൂൾ ട്രൈബ്. ദാലിത്ത് ഇത് യൂഷ്വലായിട്ട് ഇന്റർചേഞ്ചബിൾ ആയിട്ട് വരുന്നു. ഇവിടെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ദാലിത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കാറ്റഗറി. അതേസമയം ഷെഡ്യൂൾ കാസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലീഗൽ കാറ്റഗറിയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ലോവസ്റ്റ് ലെവലിലുള്ള സോഷ്യൽ ലാഡറിലുള്ളവരും അവർ ഈ തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി എന്ന് പറയും. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു തൊട്ടുകൂടായ്മ. അതേമാതിരി അവർക്ക് അമ്പലപ്രവേശനമില്ല, അങ്ങനത്തെ പല ഡിസ്ക്രിമിനേഷനൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ള കാറ്റഗറിനെ നമ്മളുടെ ഒഫീഷ്യൽ പർപ്പസിൽ റീപ്ലേസ് ചെയ്തിട്ട് ആ പേര് വന്നിട്ട് ഡിപ്രസ്ഡ് ക്ലാസ് എന്നാക്കി മാറ്റി. അതിനുശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ആർട്ടിക്കിൾ 17 ഈ പ്രാക്ടീസ്, അതായത് തൊട്ടുകൂടായ്മ, തീണ്ടായ്മ എന്നൊക്കെ പറയും, ഇതിനെ ലീഗലായിട്ട് ബാൻ ചെയ്യുകയും അതിനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അത് ഡിക്ലെയർഡ് ആയിട്ടുള്ള ക്രിമിനൽ ഓഫൻസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവർ പ്രോസസ്സിൽ കൂടെ, അതായത് ആ കാലഘട്ടങ്ങളിൽ ഇവർക്കൊന്നും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ദാലിത് ഗ്രൂപ്പിൽ മേൽക്കോയ്മ, ജാതിയുടെ മേൽക്കോയ്മയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ പല ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ക്രൂരമായിട്ടുള്ള പണിഷ്മെന്റും കൊടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ദാലിത്തിന്റെ മൊബിലൈസേഷൻ വരുമ്പോൾ ഈ പഴയ സാധുക്കളായ ദാലിത്തിന്റെ അവർക്ക് പ്രോബ്ലംസ് കൂടുതലായിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിൽ. ഹ്യൂമിലിയേഷൻ, ഭയങ്കരമായിട്ടുള്ള ഹ്യൂമിലിയേഷൻ, അൺടച്ചബിലിറ്റി, ഹാരസ്മെന്റ്, സ്ത്രീകളെ ഉപദ്രവിക്കുക, പല വിധത്തിലും നമ്മളുടെ സിനിമകളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോഷ്യലും ഇക്കണോമിക്കലും പൊളിറ്റിക്കൽ കണ്ടീഷനിലും ഇവരുടെ ഈ ജാതി സ്പർദ്ധയും അതിന്റെ തൊട്ടുകൂടായ്മയൊക്കെ നമ്മളുടെ പല വിധത്തിലും അതിനെ റെപ്രസെന്റ് ചെയ്ത് ഫിലിംസും ഡ്രാമാസും തെരുവ് നാടകം, അങ്ങനെ പല വിധമായിട്ടുള്ള അതിന്റെ പൊളിറ്റിക്കൽ എംപവർമെന്റിനെ പറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിലാണെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ കൊളോണിയൽ ആയിട്ടുള്ള സമയത്ത് ദാലിത് മൊബിലൈസേഷൻ ഒരു കോളനി സ്റ്റേറ്റ് എന്നുള്ള ലെവലിലാണ് പോകുന്നത്. ആ കോളനി സ്റ്റേറ്റ് എന്ന് വരുമ്പോൾ ഈവൻ അംബേദ്കറുടെ കാലഘട്ടങ്ങളിൽ പഠിക്കാൻ സമ്മതിക്കാണ്ടിരിക്കുകയും ആ പഠിക്കാണ്ടിരിക്കുന്ന കുട്ടിയായിരുന്ന അംബേദ്കർ പഠിക്കാൻ എഫേർട്ട് എടുക്കുകയും അതിന്റെ ഒരു മൂവ്മെന്റിനെയാണ് ദാലിത് മൂവ്മെന്റ്, ഡോക്ടർ അംബേദ്കർ ആൻഡ് ദ ദാലിത് മൂവ്മെന്റ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം അതിനുവേണ്ടി പഠിക്കാനുള്ള
ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം മേൽക്കോയ്മയിലുള്ള കുട്ടികളുടെ കൂടെ ഇരുന്നുകൊണ്ട് പഠിക്കാൻ പാടില്ല, അൺടച്ചബിൾ, ശൂദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മൊബിലൈസേഷൻസ് വരികയും ഫസ്റ്റ് ആയിട്ട് വരുന്നത് അതിൽ അങ്ങനത്തെ ആദ്യത്തെ മൊബിലൈസേഷൻ ഗ്രൂപ്പിൽ വരുന്ന മഹാരാഷ്ട്ര സത്യസോഗ് മൂവ്മെന്റ് ആണ്. ജ്യോതിറാവ് ഫുലെയാണ് അതിന്റെ ആയിട്ട് വരുന്നത്. അഡ്വക്കേറ്റ് ചെയ്യുന്നു മാരേജ് സെറമണീസ്, അതായത് മാരേജും റിലീജിയസ് സെറമണീസിലൊക്കെ ഒരു കർഷകനെ ആണ് പ്രീസ്റ്റിന് പകരം കൊണ്ടുവരിക. അതാണ് അവരുടെ വ്യത്യാസം. കാരണം അവിടെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മിൻ ചെയ്യേണ്ട പ്രവൃത്തിനെ ഒരു കർഷകനായ ഒരു ദാലിത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നു. പിന്നെ സാവിത്രിബായി ഫൂലെ ഒരു ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കോളേജ് സ്കൂള് തുടങ്ങുകയും അതിൽ കൂടി പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാനും, അതേമാതിരി തന്നെ മുസ്ലിം ഗേൾസിനെ സ്ട്രെസ് ചെയ്യുന്നു, ഇക്വാളിറ്റി ഓഫ് ജെൻഡേഴ്സിനെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. മൂന്നാമത് സെക്കൻഡായിട്ട് രാമസ്വാമി നായ്ക്കർ, പോപ്പുലർലി അങ്ങേരെ തമിഴ്നാട്ടിൽ പറയുന്നത് പെരിയാർ എന്നാണ്. അതിനെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് മെഡ്രാസിൽ കൊണ്ടുവരാണ്. അതായത് ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ അവരനുഭവിച്ചിട്ടുള്ള ഹ്യൂമിലിയേഷൻസ് കാരണം. ഈ ഹ്യൂമിലിയേഷൻസ് ആന്റി കാസ്റ്റിനെ പറ്റിയുള്ള കോൺഷ്യസ്നെസ് കാരണം. പിന്നെ നമ്മൾ കാണുന്നത് നാമശൂദ്ര എന്ന് പറഞ്ഞിട്ട് ചണ്ടാല എന്ന് പറയും. ഏർലിയർ നാള് ചണ്ടാല എന്നാണ് അവർ വിചാരിച്ചത് ബംഗാളില്. അതിനെ യുണൈറ്റ് ചെയ്യാനും ലോവർ സോഷ്യൽ ഓർഡറിലുള്ളവരെ, താഴ്ന്ന നിലയിലുള്ളവരുടെ ഡിസ്പാരിറ്റീസ് കൊണ്ടുവരാനും, പ്രിവിലേജ് ആയിട്ടുള്ള കാസ്റ്റിലുള്ളവരെ ബംഗാളി ഫോമിൽ കൊണ്ടുവരാനും, നാലാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആദിധർമ്മ മൂവ്മെന്റ് പഞ്ചാബില്. ഈ ഇതിൽ കൂടെ ഡിസ്റ്റിങ്വിഷ് ആയിട്ടുള്ള ഐഡന്റിറ്റി, അൺടച്ചബിൾസിന്റെ പ്രശ്നങ്ങളും റിലീജിയസ് ആയിട്ടുള്ള, അതായത് മതപരമായ, സിഖു ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിട്ടെ, മതപരമായ കാര്യങ്ങളിൽ കൂടെ അവരുടെ ആന്റി കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് കൂടെ അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇനി 1920 ബി ആർ അംബേദ്കറിന്റെ കാലഘട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വളരെ ഇന്റലക്ച്വൽ, ബുദ്ധിപരമായും സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഈ അൺടച്ചബിൾസിനെ ഡിപ്രൈവ്ഡ് ക്ലാസ്സിൽ കൂടെ സോഷ്യൽ കാസ്റ്റ്, ഷെഡ്യൂൾ കാസ്റ്റിലും അവരുടെ ട്രൈബായ ദാലിത്തിൽ കൂടെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ കൂടെയും ഇതിനെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഇൻവോൾവ്മെന്റിൽ കൊണ്ടുവരുമ്പോൾ റെപ്രസെന്റേഷൻ വരുന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കൂടിയാണ്. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പുഷ് ചെയ്തെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ടറേറ്റ് വേണം. അതായത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്നുള്ള ഒരു ഡിമാൻഡ് കൊളോണിയൽ ഗവൺമെന്റ് അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ പൂന പാക്ടില് സൈൻ ചെയ്തപ്പോൾ ഗാന്ധിജിയും അംബേദ്കറും 1932 പ്രൊവിഷൻ കൊടുക്കുകയാണ്, ജോയിന്റ് ആയിട്ടുള്ള ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് കൊണ്ടുവരിക്കുന്നത്. ഈ പോളിസികളിൽ, അതായത് ഈ സമയത്ത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെയും ഈ സ്റ്റേറ്റ് അസംബ്ലിയുടെയും സെൻട്രൽ പാർലമെന്റിൽ കൂടെ ഇത് അവതരിപ്പിക്കുന്നു. 1936 അംബേദ്കർ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ലേബർ പാർട്ടി ഉണ്ടാക്കുകയാണ്. അതിന് ലേബറിംഗ് ക്ലാസ്സസ്, അതായത് പല വിധത്തിലുള്ള ജോലിക്കാര്, ലേബർ ക്ലാസ്, അവരുടെ പല ജാതിയിലുള്ള ലേബർ ക്ലാസ് ഒരുമിച്ചിട്ട്, അങ്ങനെ 1942 ഒരു ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ. അപ്പോ അംബേദ്കറുടെ ഉദ്ദേശം വന്നിട്ട് അവരെ താഴ്ന്ന ജാതിയിലുള്ളവരെ ഉദ്ധരിച്ച് കൊണ്ടുവരിക മാത്രമല്ല അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും കൊടുക്കാനും ശ്രമിക്കുകയാണ്. 1900 ഡിസംബർ 56 ഇത് കൊണ്ടുവന്നു. പിന്നെ മരിച്ചു പോന്നു. ഡിസംബർ 6 അങ്ങേരുടെ മരണശേഷമാണ് ഈ ന്യൂ പൊളിറ്റിക്കൽ പാർട്ടി, അതിന്റെ പാർട്ടിയുടെ പേര് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, RPI. ഇത് വളരെ കാലം മാത്രം, കുറച്ചു കാലമേ കണ്ടിന്യൂ ചെയ്തുള്ളൂ. അംബേദ്കറിന്റെ മരണശേഷം കുറച്ചു കാലം മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയാം. ഇനി ഈ പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ടൈമിൽ ഇന്ത്യയിൽ ദാലിത് മൂവ്മെന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മൊബിലൈസേഷൻ, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എടുക്കുന്നുണ്ട്.
ഇതേമാതിരി തന്നെ പാറ്റേൺസ്, എങ്ങനെയാണ് പാറ്റേൺസ് കൊണ്ടുവരിക? ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദാലിത് ഗ്രൂപ്പിനെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ കൊണ്ടുവരുമ്പോൾ RPI എന്ന് പറയും, മഹാരാഷ്ട്ര ആൻഡ് ഉത്തർപ്രദേശിൽ കൂടെ ദാലിത് പന്താസിന്റെ മഹാരാഷ്ട്ര, അതായത് 1950-ലും 70-ലും ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ബഹുജൻ സമാജ് പാർട്ടി ഉത്തർപ്രദേശിൽ വരികയാണ് 1980-ൽ. അതിന്റെ കൂടെ പൊളിറ്റിക്കലായിട്ട് മൊബിലൈസേഷൻ എടുക്കുകയും അതിന്റെ ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കർണാടകയിലും ഇത് പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് RPയും ദാലിത് പാന്താസിന്റെയും ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയും ആ പാർട്ടിയുടെ ഗ്രോത്തും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്തും അതിനുശേഷം ഫൈറ്റ് ചെയ്ത് ജാതി ബേസ് ആയിട്ടുള്ള ഇൻജസ്റ്റിസിനെ പറ്റിയും ലാൻഡ് റീഫോംസിനെ പറ്റിയും സംസാരിക്കുന്നു. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ കൂടെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ഗ്രൂപ്പാണ് തുടങ്ങുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ ഇവരുടെ ഓപ്പോസിഷൻ പാർട്ടിയിൽ കൂടെ മൊബിലൈസ് ചെയ്ത് എടുക്കുന്നത് ഭക്ഷ്യക്ഷാമം വരാൻ പാടില്ല, പ്രൈസ് റൈസ് വരാൻ പാടില്ല, സാധാരണക്കാർക്ക് ഫേസ് ചെയ്യുന്ന കോമൺ പ്രോബ്ലംസ് പാടില്ല എന്നുള്ളതാണ്. ഇതിൽ കൂടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ട് വരുന്നത് ഉത്തർപ്രദേശ്, അതേമാതിരി വെസ്റ്റേൺ റീജിയൻ 1950-ലും 60-ലും, പിന്നെ 1970-ലും അത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ലീഡർ ആയിട്ട് വരുന്നത് BP മൗര്യ ഇൻ ഉത്തർപ്രദേശാണ്. പിന്നെ അതിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാറുന്നു. ഇത് മഹാരാഷ്ട്രയിലെ ഈ ഫസ്റ്റ് ജനറേഷനില് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാവുന്ന ദാലിത് യൂത്തിനെയൊക്കെ അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരികയും ആ ലീഡർഷിപ്പിനെ പറ്റി അവർക്ക് താല്പര്യക്കുറവ് വരികയും കാരണമായിട്ട് കോൺഗ്രസും റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് സാദൃശ്യം വരുന്നു. ഈ കൾച്ചറലായിട്ടുള്ള ലിറ്റററി ആയിട്ടുള്ള മൂവ്മെന്റ് ഈ ദാലിത്തിന്റെ തുടങ്ങുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതിന്റെ ഒരു മാഗസീൻ വരുന്നുണ്ട്. ആ മാഗസീനിൽ വരുന്നിട്ട് അഷ്ടമി ധർമ്മ എന്ന് പറയും, മിറർ ഓഫ് ഐഡന്റിറ്റി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ. ഇതിൽ പബ്ലിക്കായിട്ട് അവര് പോയംസ് എഴുതുന്നു, സ്റ്റോറീസ്, ലൈഫ് സ്റ്റോറീസ്, കാസ്റ്റിന്റെ ബേസ് ആയിട്ടുള്ള അട്രോസിറ്റീസ് അനുഭവിച്ച അതായത് ലൈവായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ളവരുടെ കാര്യങ്ങൾ, പിന്നെ ഓട്ടോബയോഗ്രാഫിയിൽ കൊണ്ടുവരികയും ഓട്ടോബയോഗ്രാഫിയിൽ സ്വയം ഞാൻ അനുഭവിച്ച നഷ്ടങ്ങൾ, ഹ്യൂമിലിയേഷൻസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ലിറ്റററി സർക്കിളിൽ കൂടി അവരെ ആൾക്കാരെ ഉദ്ധരിപ്പിക്കുകയാണ്. ഇതേമാതിരി ഐഡിയാസ് എന്തായിരുന്നു വെച്ചാൽ ഈ ഐഡിയാസ് ഒക്കെ അംബേദ്കറിന്റെ ഐഡിയാസ് ആയിരുന്നു. മറാത്തി ലിറ്ററേച്ചർ ലാംഗ്വേജിലുള്ള ബാബുറാവ് ബഗോൾ, ഗാന്ധാർ പത്തനായി, ഇവരൊക്കെ ക്രൂഷ്യലായിട്ട് ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ പോയറ്റ്സ്, കവികളായ നാമദേവ് ദാശൽ, രാജ ദാലെ, JV പവാർ, അരുൺ ദയാങ്കൾ, അരുൺ കുംബ്ലെ, ഇവരൊക്കെ ഒരു പുതിയ ഇൻസ്പിറേഷൻ ആയിട്ട് അംബേദ്കറിന്റെ ഐഡിയാസിനെയും ദ ബ്ലാക്ക് പാന്തർ സൊസൈറ്റി, സെൽഫ് ഡിഫൻസ്, അമേരിക്കയില് ബ്ലാക്ക് പാന്തർ അമേരിക്കയിലുള്ളതാണ്, അതും ഫോമായ ദാലിത് പാന്തർ 1972 ഇവിടെ ഉണ്ടാവുന്നു. അതിന്റെ ബേസിൽ സപ്പോർട്ടില് ഈ ഷോർട്ടില് ദാലിത് പാന്തേഴ്സ് എന്ന് പറയുന്നത് കുറച്ചു കാലം റാഡിക്കൽ ആയിട്ടുള്ള ദാലിത് മൂവ്മെന്റ് ഉണ്ടായ അബ്ഡേക്കറിന്റെ പോസ്റ്റ് അബ്ഡേക്കർ ഇറയിൽ വന്നതാണ്. RPI അല്ലെങ്കിൽ ദാലിത് സഫർ ചെയ്ത ലിമിറ്റേഷൻസും അവരുടെ 1970-ൽ വന്ന ഇൻഫൈറ്റ് ചെയ്ത ഫാക്ഷനലിസവും വേരിയസ് ആയിട്ടുള്ള അംബേദ്കറുടെ ഗ്രൂപ്പും മഹാരാഷ്ട്രയിലും ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു വാക്വം ഉണ്ടായിരുന്നു. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയും പിന്നെ അത് അഡീഷണൽ ആയിട്ട് സെറ്റ് ബാക്ക് ആയി പോവുകയും ദാലിത്തിന്റെ കൺസേൺ ആയിട്ട് വരികയാണ്. അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ ബ്ലാക്ക് പാന്തേഴ്സും ദാലിത്തും കൂടെ ചേർന്നിട്ടുള്ള 1970-ൽ സോഷ്യലായിട്ടും കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഇവരുടെ ഐഡിയാസും ലൈഫിനും അംബേദ്കറിന്റെ ഐഡിയാസും ലൈഫിനും കൺസെപ്റ്റ് ആക്കി അംബേദ്കറിസം എന്നുള്ള ലെവലിലാണ് അത് കൊണ്ടുവരുന്നത്. ആ മൂവ്മെന്റ് ദാലിത്തിന്റെ മൂവ്മെന്റ്സും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ സൊസൈറ്റി ലൈഫും എല്ലാം
അംബേദ്കറുടെ ലൈഫിനെ പരാമർശിച്ചിട്ട് വരുന്നതാണ്. ഇതിൽ കൂടെ നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന ജസ്റ്റിസ്, അതേമാതിരി സമൂഹത്തിൽ നടക്കുന്ന വ്യത്യാസങ്ങൾ, ട്രാൻസ്ഫർമേഷൻ, അതാണ് മെയിൻ അജണ്ടയായിട്ട് വരുന്നത്. ബഹുജൻ സമാജ് പാർട്ടി BSP എന്നുള്ള ഒരു പാർട്ടിയാണ് ഫോം ചെയ്യുക. ഏപ്രിൽ 14 1984 കൻഷി റാമാണ് ഇതിന്റെ പൊളിറ്റിക്കൽ കൾമിനേഷൻ നടത്തി ഒരു ഒക്കർ ചെയ്ത ഒരു കൾച്ചറൽ ചേഞ്ച് ആയിട്ട് അതിനെ കൊണ്ടുവരുന്നു. ഈ പാർട്ടിയുടെ ശേഷം കൻഷി റാം പഞ്ചാബിൽ നിന്ന് സ്വന്തമായ പാർട്ടി മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുകയാണ്. അതിനെ ഇനീഷ്യലായിട്ട് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ BAMCFE എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഈ പേരിൽ മൊബിലൈസേഷൻ വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും, അതായത് അവര് ബാക്ക്വേർഡ് ഗ്രൂപ്പിലും മൈനോറിറ്റി ഗ്രൂപ്പിലും ഉള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഗ്രൂപ്പ് അസോസിയേഷൻ. അതിനുശേഷം അതിനെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയെഴുതുന്നു DS4, അതായത് ഡി എന്ന് പറയുന്നത് ദാലിത്ത്, 4 S വരുന്നുണ്ട്. ആ 4 S എന്ന് പറഞ്ഞാൽ ശോഷിത് സമാജ സംഗ്രഹ സമിതി, അതാണ് 4 DS4. ഇതിൽ ഫൈനലായിട്ട് 1984 കൻഷിറാം ഫൗണ്ടർ ചെയ്ത അല്ലെങ്കിൽ സ്ഥാപിതമാക്കിയ BSP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുന്നു. പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുമ്പോഴത്തേക്കും അതിന്റെ എംപവർമെന്റ് ബഹുജൻ സമാജ് മെജോറിറ്റി പോപ്പുലേഷനായി. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് അവരെ ഇലക്ട്രൽ പ്രോസസ്സിലേക്കും അവർ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ BJPന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ ബഹുജൻ സമാജ് പാർട്ടിയിൽ വരുന്നത് ഗ്രൂപ്പുകൾ മുഴുവനും ദാലിത്ത്, OBC, റിലീജിയസ് ആയിട്ടുള്ള, അതായത് മതപരമായിട്ടുള്ള കുറവുള്ളവര്, മൈനോറിറ്റീസ്, ആ മൈനോറിറ്റീസും കൂടിയാണ് ഇതിൽ കൂടെ വരുന്നത്. ഇങ്ങനെ ഇലക്ട്രൽ പ്രോസസ്സ് കൊണ്ടുവരികയും 1985 BSP വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിയായിട്ട് മാറും. 90-ലും 2010 ഇലക്ഷൻസിലും. ഇതേമാതിരി BSPന്റെ ഒരു മേജർ ഷെയർ ആയിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് SP, അത് പഴയ SP ആണ്. അത് അലയൻസ് ആയിട്ട് അവര് BJPന്റെ കൂടെ ചേരുന്നു. മായാവതി BSP ലീഡർ ആയിരുന്നു, പഴയ ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള BSP ഗവൺമെന്റിൽ കൂടെ അവര് പോളിസികൾ, വെൽഫെയർ പോളിസികൾ, ദാലിത്തിന്റെ വെൽഫെയർ പോളിസികൾക്കാണ് പ്രാധാന്യം അൽപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രൽ പൊളിറ്റിക്സിലും ഇവരുടെ ദാലിത്തിന്റെ സ്ഥാപിതമായിട്ടുള്ള ഒരു സീരിയസ്നെസ് നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് OBC എന്നാണ്. ഈ ഷെഡ്യൂൾ കാസ്റ്റിനെ OBC എന്ന് പറയുന്നു. ഈ അതർ ബാക്ക്വേർഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ അതർ OBC എന്ന് പറയുന്നത്. ഈ OBC എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആർട്ടിക്കിൾ 15(4) പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെന്റ് പൊസിഷനില് ഈ OBCനെയൊക്കെ സോഷ്യലായിട്ടും എഡ്യൂക്കേഷനിലും അവർ ബാക്ക്വേർഡാണ്. അവരെ കൺസിസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോത്തിനുള്ള ട്രഡീഷൻസ് ആണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ടേമിൽ OBCനെ മിഡിൽ ക്ലാസ് സോഷ്യൽ ഹൈറാർക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു സെവറൽ കാസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇതിൽ ഹൈ കാസ്റ്റ് ഉണ്ടാവും, അതേമാതിരി തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ജന്മനി സിസ്റ്റത്തിന് കൂടെ വരുന്നവരാണ്. ഇതിൽ പ്രൊഫഷണൽ ആയിട്ട് ട്രഡീഷണൽ സർവീസസ് ചെയ്യുന്ന മിഡിൽ ആൻഡ് ഹയർ കാസ്റ്റ്. OBCനെ ഡിവൈഡ് ചെയ്യുന്നത് ലാൻഡ് എത്രത്തോളം അവർ ഓൺ ചെയ്യുന്നത്, കാസ്റ്റിന്റെ ബേസിൽ അവരുടെ ലാൻഡ് എത്രത്തോളം ഓൺ ചെയ്യുന്നു എന്നുള്ളത്. മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് ആകുമ്പോൾ MBCs എന്ന് പറയും. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, EBC എന്ന് പറയും. ഇങ്ങനെ സോഷ്യലായിട്ടും എക്കണോമിക്കലും എഡ്യൂക്കേഷനിലും ഇവരുടെ ബാക്ക്വേർഡ്നെസ്സിനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് MBCs എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഡിമാൻഡ് ചെയ്യുകയും ഇവരെ റെക്കഗ്നൈഷൻ ചെയ്ത് അവരെ മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ OBCയിലെ മിഡിൽ ക്ലാസ് ഗവൺമെന്റ്, മിഡിൽ ക്ലാസ്സിലായ മിഡിൽ കാസ്റ്റിൽ ഓൺ ചെയ്യുന്നവരെ കൾട്ടിവേഷൻ ലാൻഡ് എത്രയുണ്ടാവും? ലോവർ സൊസൈറ്റിയിൽ അവരുടെ ലോവർ ലെവൽ, സൊസൈറ്റിയിൽ അവരുടെ ലോവർ ലെവലാണ്. അതേമാതിരി തന്നെ ട്രഡീഷണൽ ഓക്യുപ്പേഷൻസിലും ജന്മിസ്ഥാനം, ജന്മത്തിന്റെ അവരുടെ ഈ ഗ്രൂപ്പിൽ, ജന്മി സിസ്റ്റത്തിൽ വരുന്ന ഗ്രൂപ്പിൽ വരുന്നവര്
ബാർബർ, കാർപ്പൻറ്റർ, പോട്ടർ, വാട്ടർ കാരിയർ, ഇങ്ങനത്തെ ഉള്ള താഴ്ന്ന തര ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. സോഷ്യൽ ഹൈറാർക്കിയിൽ അവരുടെ ലെവല് വളരെ താഴെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് OBC എന്നുള്ള ലെവൽ. പിന്നെ മിഡിൽ ക്ലാസ് ഉത്തർപ്രദേശ് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ആ ഗ്രൂപ്പുകൾ പെർട്ടിക്കുലർ ആയിട്ട് കർഷകർ ഗ്രൂപ്പ്, അത് യാദവാസ്, ഗുർജാരീസ്, രാജസ്ഥാൻ, കോറീസ്, കുർമീസ്, ജാറ്റ്സ്, ഡൽഹിയില്, ഉത്തർപ്രദേശിലെ ഭാഗത്തില്. അപ്പോൾ ഈ കാസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ കപ്പൂസ് എന്ന് പറയും ആന്ധ്രാപ്രദേശില്, പട്ടേൽ എന്ന് പറയും ഗുജറാത്തില്, മറാത്താസ് എന്ന് പറയും മഹാരാഷ്ട്രയില്. ഇങ്ങനെ ഇവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തെടുത്തത് OBC ഗ്രൂപ്പിലേക്കാണ്. ഈ OBC ഗ്രൂപ്പിൽ കൂടെ 1950 മിഡിൽ കാസ്റ്റിൽ കൂടെയും ഇവരെ മെഷീനറി, അതായത് ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവരികയും അതിൽ കൂടി യൂണിഫോം ആയിട്ടുള്ള ഒരു പാക്ട് കൊണ്ടുവരികയും ലാൻഡ് ഓണിങ് മിഡിൽ ക്ലാസ്സിനെ എത്രത്തോളം സ്റ്റേറ്റ്സിൽ വരുന്നു എന്നുള്ളതും, അതേമാതിരി തന്നെ ഈ ബെനിഫിഷ്യറീസ് ആക്കി മാറ്റുന്നത് ഇവരുടെ ഗ്രീൻ റെവല്യൂഷൻ വഴിയാണ്. ഈ ഗ്രീൻ റെവല്യൂഷനിൽ മാത്രമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസ്, മിഡിൽ ലെവൽ കർഷകര്, റിച്ച് ആയിട്ടുള്ള കർഷകര്, കുൽക്കാസ് എന്ന് പറയും, അല്ലെങ്കിൽ ബുള്ളക്ക് ക്യാപിറ്റലിസ്റ്റ് എന്നും വേണമെങ്കിൽ അവരെ പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഇതൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് മുഴുവൻ റാം മോഹൻ ലോഹിയാണ്. പിന്നെ ഇതിന്റെ പ്രൊജക്റ്റീവ്, അതിന്റെ പറ്റിയുള്ള സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള എംപവർമെന്റിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഫാർമർ ആയിട്ടുള്ള ലീഡർ ആയിരിക്കണം. അതായത് ചരൺ സിംഗ് ആണ് ഇതിന്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നത്. ഇനി ഇഷ്യൂസ്, അതായത് OBCന്റെയും അതേമാതിരി ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെയും കാര്യങ്ങൾ നോക്കാനും ഐക്കോണിക് ആയിട്ട് ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ ഒരു പുതിയ ഒരു മണ്ഡൽ റിപ്പോർട്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ആ മണ്ഡൽ റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് VP സിംഗ് ആണ്. VP സിംഗ് ഗവൺമെന്റ് പീരീഡിലാണ്. ആ മണ്ഡൽ റിപ്പോർട്ടിൽ വഴി ജനതാ പാർട്ടി 1970 മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന കാലത്താണ് അത് വരുന്നതും. അതിന്റെ അപ്പോയിന്റ്മെന്റ്, മണ്ഡൽ കമ്മീഷന്റെ റിസൾട്ടും റിയൽ സെൻസിൽ അത് കൊണ്ടുവരുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിസർവേഷൻ ആണ്, അതായത് അവർക്ക് വേണ്ട റിസർവേഷൻസ് കൊടുക്കുക എന്നുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായ ആർട്ടിക്കിൾ 15 കൂടെ ഈ നെസസറി ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊടുത്ത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന് കൊണ്ടുവരുന്നു. ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് ആയ കമ്മീഷനും 1953 കൊണ്ടുവരുന്നു. അതിനുശേഷം കൽക്കർ കമ്മീഷൻ കൊണ്ടുവരുന്നു. ഈ കൽക്കർ സെക്കൻഡ് ആയിട്ടുള്ള കമ്മീഷനും വന്നതിന് ശേഷം നമുക്ക് മണ്ഡൽ കമ്മീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അത് അനൗൺസ് ചെയ്യുന്നു മൻമോഹൻ സിംഗിന്റെ റിസർവേഷൻ എഡ്യൂക്കേഷണൽ പോളിസിയിലും കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. വിമണ് വരുന്ന ഇമ്പോർട്ടൻസ്, എത്രത്തോളം സ്ത്രീക്ക് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ ഇവിടെ എഫേർട്സ് സ്ത്രീകളെ സോഷ്യലായിട്ടും എല്ലാവിധ പ്രോബ്ലംസും, ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മാറ്റാനും, അതായത് മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു. സോഷ്യൽ മൂവ്മെന്റ്സ് എന്നാണ് അതിന്റെ പേര്. സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആ പണിഷ്മെന്റ്, ആ കാലത്തുള്ള സതിപ്രായം, ചൈൽഡ് മാരേജ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ കാണുകയും കൂടാണ്ട് നമ്മൾ പല വിധത്തിലുള്ള ചിപ്കോ ആന്തോളൻ, ആന്റി ആൽക്കഹോൾ ആന്തോളൻ, ഇതിലൊക്കെ സ്ത്രീകളുടെ സ്വാധീനം കൂടുതലായിട്ട് കാണുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നിർഭയാന്റെ ഡൽഹിയിൽ നടന്ന റേപ്പ് കേസ്, നിർഭയ കേസിനെ പറ്റിയും അവരുടെ സ്ത്രീകൾക്ക് സെക്ഷൽ ഹാരസ്മെന്റ് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള ബില്ലുകൾ 2010 ബില്ലുകൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സോഷ്യൽ ആയിട്ടുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി കൂടുതലായിട്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് ഈ കമ്മീഷൻസ് എല്ലാം പറയുന്നത്. അപ്പൊ ഈ എല്ലാ കമ്മീഷനിലും വിമൻ റിസർവേഷൻ ബില്ല് പാർലമെന്റിൽ വരികയും, ദേവഗൌഡയുടെ കാലഘട്ടത്താണ് അത് വരുന്നത്. അതിന്റെ റിസർവേഷൻ വഴിയും നമ്മൾ സ്ത്രീകൾക്കുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള റിസർവേഷൻ ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് അത് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. അതായത് വില്ലേജ് പഞ്ചായത്തിലും എല്ലാ സ്ഥലത്തും സ്ത്രീകളുടെ എംപവർമെന്റ്, എത്രത്തോളം അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാം, എത്രത്തോളം അവരെ പൊളിറ്റിക്കലി ഇൻവോൾവ് ആക്കാം, എത്രത്തോളം, കാരണം എലക്റ്റഡ് ആയിട്ടുള്ള വിമൻ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഈ റിസർവേഷൻ കാരണം 1996 ഈ റിസർവേഷൻ ബില്ല്
ട്രൈ ചെയ്തു. പക്ഷെ വളരെ റീസെന്റ് ആയിട്ടാണ് ഇത് പാസ്സാകുകയും ചെയ്തത്. ഇത് കൂടാണ്ട് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പായ ആദിവാസി, ദാലിത്ത്, OBC ഇവർക്കൊക്കെ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് ഷെഡ്യൂൾ കാസ്റ്റിലും ഷെഡ്യൂൾ ട്രൈബിലും അങ്ങനെ സ്ത്രീകളെ റിസർവ് ചെയ്ത് വുമൺ റെസ്പെക്റ്റീവായിട്ട് കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. അതിപ്പോ നടപ്പിൽ ആക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്ത്രീ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, മൊബൈൽ സിവിൽ സൊസൈറ്റി, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഡിസ്ക്രിമിനേഷനും ഇൻഇക്വാലിറ്റിയും പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനും അവർക്ക് വേണ്ടിയിട്ടുള്ളത്. നന്ദി, നമസ്കാരം.